ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദുബായ് സിലിക്കോൺ സെൻട്രലിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ മുകളിലത്തെ നിലയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അത് വിദ്യനായിട്ട് തല്ലുണ്ടാക്കാനായിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒതുങ്ങി സൈഡായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴത്തേക്ക് എത്തിയപ്പോൾ ഒരു അടിപൊളി ക്യൂട്ട് ട്രെയിനൊക്കെ കണ്ടു. സൈഡിൽ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ കയറാൻ പറ്റുന്ന രീതിയിൽ അതൊക്കെ വർക്കാവും. പിന്നെ നമ്മൾ അത് കൂടെ ഇങ്ങനെ നടക്കുകയാണ്. എല്ലാവരും ഉണ്ട്, അച്ചാച്ചനും അച്ഛമ്മയും അമ്മയച്ഛനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫിഷ് മാർക്കറ്റിലേക്ക് പോയി, ദുബായ് ഫിഷ് മാർക്കറ്റിലേക്ക് പോയി. അപ്പം കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു കണ്ടോ. ഇവിടുന്ന് നേരെ സൈഡിലേക്ക് പോയാൽ നമ്മൾ നേരത്തെ നിന്നിരുന്നത് ഈ ഒരു സ്ഥലം കാണും. അവിടെ നിന്നിട്ട് ഞങ്ങൾ പോയ നേരത്ത് ലൈവായിട്ട് മീൻപിടുത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു കണ്ടോ. അപ്പോൾ അവിടെ ആ ഭാഗത്ത് അവർ മീൻ പിടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് കുറച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഫ്രണ്ട്സ്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ മെല്ലെ അവിടെ നിന്ന് നടക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഫാൻസി ഐറ്റംസിൻ്റെ ഒക്കെ സ്ഥലം ഉണ്ടല്ലോ, അവിടേക്ക് പോയപ്പോൾ കുറച്ച് മാലകളൊക്കെ കണ്ടു. അപ്പോൾ പിന്നെ അതിൻ്റെ അവിടെയൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ മീനൊക്കെ വെച്ചിട്ടുള്ള ആ സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. മീൻ മാത്രമല്ല, ബാക്കി കുറേ എനിക്ക് പേരൊന്നും അങ്ങനെ കിട്ടണില്ല. കുറേ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, കുറേ ടൈപ്പ് മീനുകൾ കണ്ടോ നിങ്ങൾ. അത് കാണാനായിട്ടൊരു പാമ്പ് പോലത്തെ മീനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് കുറേ ടൈപ്പ് ക്രാബ്സ് ഫ്രണ്ട്സ്. ഇപ്പോൾ കാണിച്ച ക്രാബ്സ് ഒന്നുമല്ല, ഇത് ക്രാബാണ് കണ്ടോ. ഞണ്ട് വലുതാണ്, ഭയങ്കര വലുതാണ്. അതിനൊക്കെ കാലൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ സാൽമൺ ഫിഷിൻ്റെ ഒക്കെ അവിടെ അവിടുന്ന് ഇറങ്ങി അൽജാദയ്ക്ക് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂടെ അച്ഛൻ്റെ ഫ്രണ്ട് വന്നു, ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ ഫാമിലിയും അങ്ങനെ വന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ കളിച്ചു, സ്കേറ്റിംഗ് ചെയ്തു. ഞാൻ പിന്നെ വിദ്യ ചെയ്തില്ലേ, ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. അപ്പോൾ ആ സ്കേറ്റിങ്ങിൻ്റെ പാർക്കിൽ സ്കേറ്റിംഗ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പം ഫ്രണ്ട്സ് ഇതാണ് അൽജാദയുടെ ആ ഒരു ഓൾ അറൗണ്ട് ലുക്ക്. ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. ഭയങ്കര ഒരു ഗുഡ് അറ്റ്മോസ്ഫിയറാണ്, നല്ല ഒരു ഗ്രീനറി ആണ് കേട്ടോ. പിന്നെ ഞാനിവിടെ സ്കേറ്റിംഗ് ചെയ്യായിരുന്നു. ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോയിൽ വരാം. ബൈ.